എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഒരു നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. എന്താണത്? അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും മലയാളികളായ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എനിക്ക് തുടക്കത്തിലേ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ കാലം എത്രമാത്രം അപകടം നിറഞ്ഞതാണ്. നമ്മൾ എത്ര വലിയ ദുരന്തത്തിൻ്റെ ആക്രമണത്തിൻ്റെ മുനയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്കും നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെയും ക്ഷേമത്തെ കൂടി കണക്കാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA കോടതിയിൽ വെളിപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിയ, ഈ പ്രതി അറിയാമല്ലോ, 2023 എലത്തൂരിൽ ഓടുന്ന തീവണ്ടിക്ക് തീ വെച്ചു. ഇയാൾ ഷഹീൻബാദുകാരനായിരുന്നു, ഡൽഹി. ഷഹീൻബാദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ CIA വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അവിടെ വലിയ തോതിൽ ടെൻറ്റുകൾ കെട്ടി ആളുകൾ മാസങ്ങളോളം CIA എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്നതിനെതിരെ വലിയ സമരം നടത്തി. ലോകത്തേക്ക് വലിയ തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ശബ്ദം, പ്രതിഷേധം, രൂപം എന്നൊക്കെ പറഞ്ഞിവിടെ ലെഫ്റ്റ് ലിബറൽ സുഡാപ്പികൾ, ഇസ്ലാമിസ്റ്റുകൾ പ്രൊജക്റ്റ് ചെയ്തൊരു സമരമായിരുന്നു ഷഹീൻബാദ് സമരം. ഷഹീൻബാദിൽ നിന്നാണ് ഈ പ്രതി കേരളത്തിലെത്തി ഈ തീവണ്ടിക്ക് തീവച്ചത്. അപ്പോൾ ആ തീവണ്ടിക്ക് തീവച്ച കേസിലെ പ്രതി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിനാണ് തീവച്ചത്. ഈ തീവെപ്പുണ്ടായി. ആ കേസിലെ പ്രതിയായിരുന്ന ഷാറൂഖ് സൈഫിയെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒളിച്ചിരിക്കുന്ന നിലയിൽ പിടികൂടി. 2 ദിവസം കഴിഞ്ഞു. ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. എന്നിട്ട് ഈ കേസിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് സമ്മതിക്കാൻ കേരള പോലീസ് തയ്യാറായില്ല. മഹാരാഷ്ട്ര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിലെ തീവ്രവാദ വിരുദ്ധ സംഘം ഇവരെ അറസ്റ്റ് ചെയ്ത് കേരള പോലീസിന് കൈമാറിയ ഈ പ്രതിയെ കൊണ്ടുവന്നപ്പോൾ വഴിക്ക് വെച്ച് വണ്ടി കേടായി, ടയർ പൊട്ടി. എന്നിട്ട് ഈ പ്രതിയെ പിടികൂടി എന്നുള്ളത് ആദ്യമായി വെളിപ്പെടുത്തിയ കേരളത്തിലെ IG P വിജയനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന് തെളിയിക്കുന്ന എല്ലാ വസ്തുതകളും പുറത്തു വന്നിട്ടും കേരള പോലീസ് തീവ്രവാദ ബന്ധം പറയാൻ മടിച്ചു നിന്നു. ഒടുവിൽ UAPA ചുമത്തി NIA നേരിട്ട് കേസെടുക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തീവ്രവാദ ആക്രമണമുള്ള കേസാണെന്ന് കേരള പോലീസ് സംബന്ധിച്ച്, അതായത് കേരള പോലീസ് ഒതുക്കാൻ പെടാപ്പാടുപെട്ട ഒരു കേസായിരുന്നു ഇത്. അതിന് ട്രെയിനിന് തീ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കുട്ടി ഉൾപ്പെടെ 3 പേർ പൊള്ളലേറ്റ് തീവണ്ടിയിൽ നിന്ന് ചാടി കൊല്ലപ്പെടുകയും ചെയ്തു. 3 മരണമുണ്ടായി. ആ കേസിലെ പ്രതിയായ ഷാറൂഖ് സൈഫി തനിക്ക് ജാമ്യം കിട്ടണം എന്നാവശ്യപ്പെട്ട് NIA കോടതിയിൽ ഹർജി കൊടുത്തു. അയാൾ പറയുന്നത്, എന്നെ അറസ്റ്റ് ചെയ്തു. എന്നെ ഏപ്രിൽ 2021 രാവിലെ ഏപ്രിൽ 6 അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 2-ാം തീയതിയോ 3-ാം തീയതിയോ മറ്റേ സംഭവം നടക്കുന്നത്. 6-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തു. എനിക്ക് രേഖാമൂലം ഒരു നോട്ടീസ് തരാതെയാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യ ഹർജിയിലെ വാദങ്ങളാണ്. 1. 2, ഈ കേസിലെ വിചാരണ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജയിൽ മോചിതനാക്കണം, എനിക്ക് ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ ഷാറൂഖ് സൈഫി എന്ന് പറയുന്ന ഈ കൊടുംഭീകരൻ കേരള പോലീസിൻ്റെ, കേരള സർക്കാരിൻ്റെ, കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഓമനയായ ഷാറൂഖ് സൈഫി ജാമ്യ ഹർജി കൊടുത്തപ്പോൾ NIA ഇതിനൊരു എതിർവാദം സമർപ്പിച്ചു. എതിർവാദത്തിൽ പറയുകയാണ്, ഇയാൾ കേരളത്തിൽ വന്നത് പ്രത്യേക പദ്ധതിയോടെയാണ്. ഇയാൾ കുറേ ആയിട്ട് തനിക്കൊരു ട്രൂ ഇസ്ലാം, യഥാർത്ഥ മുസ്ലിം ആവണം എന്ന് സ്വയം തീരുമാനിച്ച മനുഷ്യനാണ്. എങ്ങനെ അയാൾ യഥാർത്ഥ മുസ്ലിം ആവണമെന്ന് തീരുമാനിച്ചു എന്ന് വെച്ചാൽ, അയാളുടെ ഇമെയിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഒക്കെ ഞങ്ങൾ ഹാക്ക് ചെയ്തപ്പോൾ ഇയാൾ നിരന്തരമായി സാക്കിർ നായിക്ക്, പാകിസ്ഥാനിൽ നിന്നുള്ള ചില തീവ്ര മതപ്രഭാഷകരായ ഡോക്ടർ ഇസാർ അഹമ്മദ്, താരിഖ് ജമയിൽ, മുഫ്നി താരിഖ് മസൂദ്, തൈമൂർ അഹമ്മദ് തുടങ്ങിയവരുടെ പ്രസംഗങ്ങൾ നിരന്തരം കേൾക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിരന്തരം ഈ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഇയാൾ തീരുമാനിച്ചു, അവർ പറയുന്നത് പോലെയുള്ള ഒരു യഥാർത്ഥ പ്യുവർ മുസ്ലിം ആവാൻ ഞാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് എനിക്ക് ജിഹാദ് ചെയ്യണമായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഭൂമിയിലെ ജീവിതം മുഴുവൻ പാപം നിറഞ്ഞതാണ്. ഈ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. അതിന് ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ ഈ ഭൂമിയിലെ പാപവസ്തുക്കളായ പാപികളായ കാഫിറുകളെ മുഴുവൻ കൊല്ലണം.
NIA സത്യവാങ്മൂലത്തിൽ കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയാണ് കാഫിറുകളെ മുഴുവൻ കൊന്ന് എനിക്ക് പാപമോചനമുണ്ടായി സ്വർഗത്തിൽ പോകാനും അങ്ങനെ ഒരു യഥാർത്ഥ മുസ്ലിം ആവാനുമാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത്. എന്തുകൊണ്ട് കേരളത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ എന്നെ ഇവിടെ ആരും തിരിച്ചറിയത്തില്ല. ഞാൻ ഡൽഹിക്കാരനാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് വന്നു മാർച്ച് 31 2023 മാർച്ച് 31 അങ്ങനെ യഥാർത്ഥ മുസ്ലിം ആകാൻ വേണ്ടി. യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? കാഫിറുകളെ കൊല്ലണം. കാഫിറുകൾ കൊന്നാൽ എനിക്ക് സ്വർഗം കിട്ടി, ഞാൻ യഥാർത്ഥ മുസ്ലിം ആവും. അതിനുവേണ്ടി ഷാറൂഖ് സൈഫി 2023 മാർച്ച് 31 ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറി. ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്, ശ്രദ്ധിക്കണം. അതായത് സാക്കിർ നായിക്കിനെ ആരാധിക്കുന്ന അനേകർ ഈ കേരളത്തിൽ തന്നെയുണ്ട്. ഈ പറഞ്ഞ പാകിസ്ഥാനി പ്രഭാഷകരുടെയും റാഡിക്കൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ആളുകളുടെയും ആരാധകരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഷാരൂഖ് സൈഫി എന്ന് പറഞ്ഞ ഷഹീൻ ബാഗുകാരൻ തനിക്ക് യഥാർത്ഥ മുസ്ലിം ആവണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിയാത്ത സ്ഥലത്തേക്ക് കേരളത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവിടെയുള്ള കാഫിറുകളെ കൊല്ലാൻ തീരുമാനിച്ചു, അദ്ദേഹത്തിന് സ്വർഗം കിട്ടാൻ, യഥാർത്ഥ മുസ്ലിം ആവാൻ. അപ്പോൾ ഇതേ സാക്കിർ നായിക്കിൻ്റെയും ഇതേ തീവ്ര ചിന്താഗതിയുള്ള ആളുകളുടെയും പ്രഭാഷണം കേൾക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവർക്കും യഥാർത്ഥ ഇസ്ലാം ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ കാഫിറിനെ കൊല്ലാത്തത്? അവർ തിരിച്ചറിയപ്പെടുമെന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? അവർ പിടിക്കപ്പെടുമെന്നുള്ളതാണ്. അവർ പിടിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് പ്രിയ എൻ്റെയും നിങ്ങളുടെയും നമ്മെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥ? ഒരു സുരക്ഷിതത്വം. നമ്മൾ കൊല്ലപ്പെടും. കാരണം നമ്മളെ കൊല്ലുക എന്നുള്ളത് ഈ കൊല്ലുന്നവൻ്റെ പാപമോചനത്തിന്, സ്വർഗാരോഹണത്തിന്, ഹൂറിമാരുടെ അടുത്തേക്ക് എത്താനുള്ള യാത്രയിൽ നമ്മളിതൊക്കെ തമാശയായിട്ട് പറയും. അവൻ ചത്തായ 72 ഹൂറിയെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. തമാശയാണ് പറയുന്നത്, അല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. നമ്മുടെ വീട്ടിനകത്ത് കിടപ്പുമുറിയിൽ ഒരു ആന വന്നു നിൽക്കുന്നത് പോലെ ഈ പറയുന്ന വിശ്വാസ ഭ്രാന്തുമായി നിൽക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് സാർ, ഇവിടെ ഉണ്ട്. ഇനി ഇതേ ഈ ഷാരൂഖ് സൈഫി മാത്രമാണോ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ട് മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായിട്ടുള്ളത്? അല്ല, ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ വണ്ടി കയറി ഇങ്ങോട്ട് വരാം. അവർക്കൊക്കെ സ്വർഗത്തിലേക്ക് പോകാൻ, ഹൂറിമാരെ കിട്ടാൻ, പ്യുവർ ഇസ്ലാം ആകാൻ വേണ്ടി, യഥാർത്ഥ മുസ്ലിം ആകാൻ വേണ്ടി അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിച്ച് വണ്ടി കയറി ഡൽഹിയിൽ നിന്നും ബീഹാറിൽ നിന്നും UP യിൽ നിന്നും ഒക്കെ വണ്ടി കയറി ഓരോ ട്രെയിനുകളിലാണ് ഇവിടെ വന്നിറങ്ങിയാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിലുള്ളവർക്ക് തിരിച്ചറിയപ്പെടുമെന്നുള്ളതാണ്. അവർ ചിലപ്പോൾ വണ്ടി കയറി വേണം വടക്കേ ഇന്ത്യക്ക് പോകുമായിരിക്കും, അവിടെ അറിയില്ലല്ലോ, എന്നിട്ട് തിരിച്ചു വരാം. പക്ഷേ ഇവിടെയും അവർ വരും. കാരണം ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ, കേരളത്തിൽ പണ്ടൊന്നും കേട്ടിട്ടില്ലായിരുന്നു പെൺകുട്ടികൾ SSLC പരീക്ഷയ്ക്ക് എല്ലാത്തിനും A+ കിട്ടിയാൽ അതിൻ്റെ സമ്മാനം മേടിക്കാൻ സ്റ്റേജിൽ കയറാൻ പാടില്ല എന്ന് ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ ആരും പറയൂലായിരുന്നു. ഇപ്പോൾ അത് പറയും, അതിന് വലിയ സ്വീകാര്യം. അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു, അല്ലേ? A+ കിട്ടിയ കുട്ടികളുടെ ഫോട്ടോ പല ജില്ലകളിലും അച്ചടിച്ച് വരുന്നത് കണ്ണ് മാത്രം കാണിച്ചുകൊണ്ടാണ്. ഒരു 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് കേരളത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. കേരളം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുക. റാഡിക്കൽ ഇസ്ലാമിൻ്റെ പിടിയിലേക്ക് കേരളം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് റാഡിക്കൽ ഇസ്ലാമിൻ്റെ പ്രേരണ കൊണ്ട് ഷാരൂഖ് സൈഫിമാർ വണ്ടി കയറി നമ്മളെ കൊല്ലാൻ ഈ കേരളത്തിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യത്തില്ല. NIA എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ഏജൻസി NIAയുടെ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലെ വിവരങ്ങളാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, ഇയാൾ എന്നിട്ട് ഏപ്രിൽ 2 മാർച്ച് 31 ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി, ഏപ്രിൽ 2 ഷൊർണൂരിൽ വന്നിറങ്ങി. ആ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ചു. റെയിൽവേ സ്റ്റേഷന് തൊട്ട് വാതിക്കെയുള്ള കടയിൽ നിന്നൊരു ലൈറ്റർ വാങ്ങിച്ചു. ഇതെല്ലാം തൻ്റെ ബാക്ക് പാക്കിൽ സൂക്ഷിച്ചു. എന്നിട്ട് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി തീ വെക്കാൻ വേണ്ടിയിട്ട്. 9 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ മരിച്ചു. എന്ന് അതിന് ഇയാൾ പറഞ്ഞ ന്യായം എന്നറിയോ? ഞാൻ തീ വെച്ചത് കൊണ്ടല്ല ഇവർ മരിച്ചത്, അവർ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടിയത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടണം. അപ്പം നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഇതിനകത്ത് അപകടം എന്ന് പറയുന്നത് 2 പാഠങ്ങൾ. ഒന്ന്, ഇത്തരം ആളുകൾ, ഇങ്ങനെ വലിയ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരു ഷാരൂഖ് സൈഫിയെ മാത്രമാണ് പിടിക്കാത്ത എത്ര പേരുണ്ടാവും, ഇനി വരാനിരിക്കുന്ന എത്ര പേരുണ്ടാവും. പക്ഷേ അതുകൂടാതെ നമ്മൾ അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ കിടക്കുന്നവരെ പോലെയാണ് കാരണം
ഇതേ ചിന്താഗതിയുള്ള, ഇതേ വിശ്വാസധാരയുള്ള, എനിക്ക് പ്യുവർ ഇസ്ലാം ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരൊക്കെ യമനിലും അഫ്ഗാനിസ്ഥാനിലും ആട് പിടിക്കാനൊക്കെ പോയി. അല്ലാത്തവർ ഇവിടെയുണ്ട്, അവരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ നമ്മൾ പായ വിരിച്ച് സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ പറയാം ഒന്നുമില്ല, കേരളമല്ലേ, ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങുകയാണ്. ഇത് പൊട്ടിത്തെറിക്കും. അപ്പോഴും നമ്മൾ മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്ക് പൊട്ടിത്തെറിക്കുമ്പോൾ ആരും ഉണ്ടാവത്തില്ല ബാക്കി. അതിപ്പോൾ നമ്മൾ നിലമ്പൂർ എം സ്വരാജ് മത്സരിക്കുന്നുണ്ടല്ലോ, എം സ്വരാജ് വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്നറിയോ, എം സ്വരാജ് ഹമാസിന് വേണ്ടിയിട്ട് ഹമാസ് ബലാത്സംഗം ചെയ്താൽ പോലും തെറ്റല്ലെന്ന് പറഞ്ഞു. ഈയിടെ പാകിസ്ഥാനെ നമ്മൾ ആക്രമിച്ചപ്പോൾ യുദ്ധം പാടില്ല, യുദ്ധം മഹാപാപമാണെന്ന് പറഞ്ഞു. നിലമ്പൂർ സ്ഥാനാർത്ഥിയാവുമെന്ന് സ്വരാജിന് നേരത്തെ അറിയാമായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമല്ലേ, നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് കിട്ടുമെന്നാണ് സ്വരാജ് കരുതുന്നത്. പക്ഷേ സ്വരാജ് ജയിക്കത്തില്ല. കാരണം അറിയാമോ, എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ പേര് സ്വരാജ് നായർ എന്നാണ്. അവസാനം വരുമ്പോൾ കാഫറാണെന്നേ, ജയിക്കത്തില്ല സ്വരാജ്. ഇത് മനസ്സിലാക്കാൻ ഇവിടുത്തെ സഖാക്കൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കുത്തു മെഷീനായിട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദുക്കൾക്കും അറിയുന്നില്ല. ഇതാണ് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഷാറൂഖ് സൈഫിമാർ നമ്മുടെ ചുറ്റുമുണ്ട്, ഇനി വരാനിരിക്കുന്നുമുണ്ട്. ബാക്കിയുടെ പറയാം നമുക്ക്. അപ്പോൾ ഷാറൂഖ് സൈഫിയുടെ ബാഗ് കിട്ടി, ബാഗിൽ നിന്നൊരു നോട്ട് ബുക്ക് കിട്ടി. നോട്ട് ബുക്കത്തിൽ കഴക്കൂട്ടം, തിരുവനന്തപുരം, കൊളച്ചൽ, കന്യാകുമാരി, കോവളം എന്നൊക്കെ എഴുതിയിരുന്നു എന്നൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഇയാളുടെ കേസ് കോടതി എന്ത് ചെയ്തു, ജാമ്യം കൊടുത്തോ ഇല്ലെന്നും കൂടെ പറയണമല്ലോ. അപ്പോൾ കോടതി പറഞ്ഞു ഇയാൾ കോടതി വന്നിട്ട് എപ്പോഴും പറയുന്നത് എൻ്റെ മനോനില ശരിയല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, കോടതി ഔദ്യോഗികമായി പരിശോധിപ്പിച്ചു ഇയാളെ, മനോനില പരിശോധിപ്പിച്ചു. ഇയാൾക്ക് മനോനില ഒരു കുഴപ്പമില്ല. അപ്പോൾ കോടതി ഇയാളുടെ ജാമ്യം അങ്ങോട്ട് തള്ളിയിട്ട് പറഞ്ഞു താൻ്റെ വിചാരണ നീണ്ടുപോകുന്നതിൻ്റെ കാരണം താൻ അന്വേഷണമായിട്ട് സഹകരിക്കുന്നത്, തനിക്ക് ഭ്രാന്താണെന്ന് സ്വയം വ്യാജമായി പറഞ്ഞ് ഈ പ്രോസസ്സിനെ താൻ തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അന്വേഷണ ഏജൻസിയോ സംവിധാനത്തിനെയോ കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ വിചാരണ നേരത്തെ നടക്കണമെങ്കിൽ താൻ ഈ അന്വേഷണ നടപടിയുമായിട്ട് സഹകരിക്കണം, ഇല്ല നീ ജയിലിൽ കിടക്കും എന്ന് പറഞ്ഞ് കോടതി അത് തള്ളി. അപ്പം അത്രയും നല്ലത്, അത്രയും ആ കോടതിക്ക് നമുക്കൊരു അഭിവാദ്യം അർപ്പിക്കണം. അല്ലെങ്കിൽ നാളെ മനുഷ്യാവകാശം ഒരു പ്രതിയുടെ കുറ്റപത്രം പോലും കൊടുക്കാതെ അയാളെ വിചാരണ തടവുകാരനായിട്ട് ജയിലിൽ ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നാളെ ഇവിടെ ആൾ വരും. കാരണം ഓർക്കുന്നില്ലേ, ഈ ഷാറൂഖ് സൈഫി ആണ് പ്രതിയെന്ന് കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കേരള പോലീസിൻ്റെ സംഘം മഹാരാഷ്ട്രയിലേക്ക് പോയപ്പോൾ ഇവിടുത്തെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൻ്റെ ഡൽഹി ലേഖകൻ ഈ ഷാറൂഖ് സൈഫിയുടെ ഷഹീൻ ബാഗിലുള്ള വീട്ടിൽ പോയി ഇവൻ പാവമാണ്, ഇവൻ പൂക്കളെയും പൂമ്പാറ്റകളെയും പുല്ലിനെയും പുൽച്ചാടിയും സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞ് സ്റ്റോറി ചെയ്തിരുന്നു. എങ്ങനെയുണ്ട്? ഡൽഹിയിലെ പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതും ആലോചിക്കണം. അപ്പോൾ ഇവയാൾക്ക് വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ വരും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളം ശാന്തമൊന്നുമല്ല. കേരളം പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ലാവയുടെ മഹാപ്രവാഹത്തിൽ ഉരുകി ഒലിച്ച് ചാരം പോലും ഇല്ലാതെ നമ്മളെല്ലാം നാമാവശേഷരായി പോകും എന്നതിൻ്റെ ഉദാഹരണമാണ് ഷാറൂഖ് സൈഫിയുടെ കേസിൽ NIA ഇന്നലെ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.